എല്ലാവർക്കും നമസ്കാരം. 2026 കടയ്ക്കൽ തിരുവാതിര മഹോത്സവത്തിൻ്റെ ഭാഗമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെയധികം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്കും കേരളത്തിന് പുറത്തും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എല്ലാം വരുന്ന ഭക്തജനങ്ങൾക്ക് സുഗമമായ ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ഡ്യൂട്ടി. ഞങ്ങൾ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. എല്ലാവരും ഇതിനോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രാഫിക് നിയന്ത്രണങ്ങളെന്ന് പറയുന്നത് കടയ്ക്കൽ പട്ടണത്തിലും അനുബന്ധ റോഡുകളിലും അനിയന്ത്രിതമായി തിരക്കുണ്ടാകും എന്നുള്ളതിനാൽ 25/2/2026 തീയതി മുതൽ 7/3/2026 തീയതി വരെ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെ ഭാരം കയറ്റിയ ടിപ്പറുകൾ, തടി തുടങ്ങിയ സാധനങ്ങൾ കയറ്റിയ ലോറികൾ എന്നിവ കടയ്ക്കൽ ടൗൺ വഴി കടത്തിവിടുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ പാർക്കിംഗ് സംബന്ധമായും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിൻ്റെ ഇരു സൈഡുകളിലും പാർക്ക് ചെയ്യുന്നവർ പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ടതാണ്. അനുവദിച്ച് 21/2/2026 മുതൽ 7/3/2026 വരെ കടയ്ക്കൽ ദേവീക്ഷേത്ര പരിസരങ്ങളിലും അനുബന്ധ റോഡുകളിലും ട്രാഫിക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. മകയിരം നാൾ മുതൽ കുരിശി നാൾ വരെ ആൽത്തറമൂട് മുതൽ പീടിക നട വരെയും ക്ഷേത്രത്തിലെ ചുറ്റു റോഡിലും ദേവസ്വം ബോർഡ് സ്കൂൾ ജംഗ്ഷൻ മുതൽ പീടിക നട വരെയും വാഹന പാർക്കിംഗ് ഉണ്ടാകുന്നതല്ല. ആൽത്തറമൂട് മുതൽ ശിവക്ഷേത്രം വരെയുള്ള ഭാഗത്ത് വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളുടെ സമയക്രമം നിജപ്പെടുത്തിയിട്ടുള്ളതാണ്. നിലമേൽ കടയ്ക്കൽ റോഡിൽ ഫാബി ടെക്സ്റ്റൈൽസ് മുതൽ റെജീന ടെക്സ്റ്റൈൽസ് വരെയുള്ള ഭാഗത്ത് വലതു ഭാഗത്ത് 4 ചക്ര വാഹനങ്ങളും ഇടതു ഭാഗത്ത് ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യേണ്ടതാണ്. ടൗണിൽ കൂടുതൽ സമയം അനാവശ്യ പാർക്കിങ്ങുകൾ അനുവദിക്കുന്നതല്ല. പട്ടണത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി വരുന്ന വാഹനങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് പിറകിലുള്ള സ്ഥലത്തോ ഗോവിന്ദമംഗലം റോഡിൽ SM ഹോസ്പിറ്റലിന് കഴിഞ്ഞുള്ള ഭാഗത്തോ പാർക്ക് ചെയ്യേണ്ടതാണ്. കടയ്ക്കൽ മടത്തർ റോഡിൽ മാർക്കറ്റ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് ഇടതുഭാഗത്ത് 4 ചക്ര വാഹനങ്ങളും വലതു ഭാഗത്ത് ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യേണ്ടതാണ്. കടയ്ക്കൽ ഫാൻസി മുതൽ SM ഹോസ്പിറ്റൽ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. അമ്പലം റോഡിൽ പട്ടണത്തിൽ നിന്നും ദിലീപ് ആർട്സ് വരെയുള്ള ഭാഗത്ത് വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. പോലീസിൻ്റെയും കമ്മിറ്റിയുടെയും ഭാഗത്തു നിന്നും മെഡിക്കൽ ടീമിൻ്റെയും ആംബുലൻസിൻ്റെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ തളിയിൽ ക്ഷേത്രത്തിന് സമീപത്തായി വർക്ക്ഷോപ്പ് ഗ്രൗണ്ട്, സണ്ണിവക പുരയിടം, ബാലുവക പുരയിടം എന്നീ സ്ഥലങ്ങളിൽ വാഹന പാർക്കിങ്ങിനായി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പന്തളമുക്ക് ഭാഗത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് കടയ്ക്കൽ ഗവൺമെൻറ് UPS ഗ്രൗണ്ട്, ഗാഗോ കൺവെൻഷൻ സെൻറ്റർ, മടികണ്ഠൻചിറ ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ചിങ്ങേലി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലും പാർക്ക് ചെയ്യാവുന്നതാണ്. കോട്ടപ്പുറം ഭാഗത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് പാലമൂട് ഗ്രൗണ്ട് 1, പാലമൂട് ഗ്രൗണ്ട് 2, ശ്രീനാരായണ കോളേജ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. തിരുവാതിര ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം എറ്റിൻകടവ് താഴെ ജംഗ്ഷൻ, അഞ്ചുമുക്ക് ജംഗ്ഷൻ, ടൗൺ ഹാൾ ജംഗ്ഷൻ, ഓൾഡ് കോർട്ട് ജംഗ്ഷൻ, പന്തളമുക്ക് ജംഗ്ഷൻ, പാലമൂട് ജംഗ്ഷൻ, കോട്ടപ്പുറം ജംഗ്ഷൻ, വടക്കേവേൽ ജംഗ്ഷൻ, കുറ്റിക്കാട് ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളിൽ നിന്നും ക്ഷേത്രങ്ങളിലേക്ക് വാഹന ഗതാഗതം കർശനമായി നിരോധിച്ചിട്ടുള്ളതാകുന്നു. ഈ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് എല്ലാത്തരം സുരക്ഷാ ക്രമീകരണങ്ങളും ചെക്ക് ചെയ്ത് അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. വരുന്നവരുടെ ഭാഗത്തു നിന്നും പൂർണ്ണ സഹകരണം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം നന്നായി ഇത് ആസ്വദിക്കുവാനും ഒപ്പം തന്നെ കടയ്ക്കലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ്, മറ്റ് അവശ്യ സർവീസുകൾ, വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സേവനം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. കൂടാതെ എല്ലാ ഭക്തജനങ്ങൾക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു കടയ്ക്കൽ തിരുവാതിര നേർന്നുകൊള്ളുന്നു. നന്ദി.